ഒമാനിലൂടെയുള്ള സഞ്ചാരത്തിനിടയിൽ ബിർക്കത്ത് അൽ മൗസ് എന്ന ഒരു ഗ്രാമത്തിലാണ് ഇപ്പോൾ ഞാൻ. ബിർക്കത്ത് അൽ മൗസ് എന്നാൽ വാഴപ്പഴത്തിന്റെ കുളം എന്നാണ് അർത്ഥം. നൂറ്റാണ്ടുകളായി ധാരാളം വാഴകൃഷി നടക്കുന്ന പ്രദേശം. നിസ്വ എന്ന പട്ടണത്തിൽ നിന്ന് സൂറിലേക്ക് യാത്ര ചെയ്യുമ്പോഴാണ് ഈ ഗ്രാമത്തിലൂടെ കടന്നു പോകുന്നത്. ചെറിയ വാഴക്കൂട്ടങ്ങൾ ഈന്തപ്പനത്തോട്ടത്തിനകത്ത് കാണാം. ധാരാളം ജലലഭ്യതയുള്ളതുകൊണ്ടാണ് ഇവിടെ പണ്ട് മുതലേ വാഴകൃഷി നടന്നുവരുന്നത്. ഒമാന്റെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് പച്ചപ്പുള്ളൊരു പ്രദേശമാണിത്. സലാലയൊക്കെ പോലെയുള്ള ഒമാനി പ്രദേശങ്ങൾ കേരളത്തിന് സമാനമായ കാലാവസ്ഥയുള്ള ഇടങ്ങളാണ്. ഈന്തപ്പനത്തോട്ടങ്ങൾക്കകത്ത് പലയിടത്തും സമ്പന്ന ഭവനങ്ങൾ കാണാം. പണ്ട് മൺവീടുകളുടെ ഗ്രാമങ്ങളിൽ ഒന്നിച്ചു വസിച്ചിരുന്നവർ ഇന്ന് ഓരോ തൊടികളിലേക്കും വീടുകളിലേക്കും മാറിയിരിക്കുന്നു. ആ മരുപ്പച്ചി അങ്ങ് കഴിയുന്നതോടുകൂടി പിന്നെ വരണ്ട ഭൂപ്രദേശങ്ങളിലേക്കാണ് എത്തുന്നത്. എങ്കിലും പല ഭാഗത്തും പച്ചപ്പ് കാണാം. ഇതൊക്കെയാണ് മരുപ്പച്ചി എന്ന് പൊതുവെ വിശേഷിപ്പിക്കുന്ന സ്ഥലങ്ങൾ. അവിടെയാണ് ജനവാസയിടങ്ങളും. അത് കഴിയുമ്പോൾ വീണ്ടും വരണ്ട ഭൂഭാഗങ്ങളിലേക്കെത്തുന്നു. ഒമാന്റെ വലിയൊരു ഭാഗവും ഇത്തരത്തിൽ വരണ്ട പ്രദേശങ്ങളാണ്. ഇന്ന് ആ വരണ്ട പ്രദേശങ്ങളിലും ചെറിയ സെറ്റിൽമെന്റുകളൊക്കെ ഉണ്ടായി വരുന്നു. ഡോക്ടർ യൂസഫ് അൽ വഹൈബി എന്ന സുഹൃത്താണ് ഇപ്പോൾ വണ്ടി ഓടിക്കുന്നത്. ഡോക്ടർ ഷാഫിയാണ് ഡോക്ടർ യൂസഫിനെ പരിചയപ്പെടുത്തിയത്. യൂസഫും വെറ്റിനറി ഡോക്ടറാണ്. ഒമാന്റെ മിനിസ്ട്രിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ യൂസഫ് കാർ എടുത്തതോടുകൂടി ഡോക്ടർ ഷാഫി വിശ്രമത്തിലാണ്. ദീർഘമായ യാത്രയാണിനി. സൂർ പട്ടണത്തിലേക്കാണ് ഞങ്ങൾ ഇനി നേരെ പോകുന്നത്. 261 കിലോമീറ്ററുണ്ട് അവിടേക്ക്. നിർത്താതെ പോയാൽ തന്നെ 3.25 മണിക്കൂർ എടുക്കും. എവിടെയും നിർത്താതെ നല്ല സ്പീഡിൽ പോയാൽ. 1 മണിയായി. ഇപ്പോൾ നേരെ പോയാൽ 4 മണിക്ക് സൂറിലെത്തും. പക്ഷേ അങ്ങനെ നേരെ പോകാനാവില്ല. ഞങ്ങൾക്ക് ഇവിടെ ഒരു ഫാമിൽ കയറണം. വരണ്ട മരുഭൂമിയാണ്. ഇനി ദീർഘയാത്രയിൽ കാണാൻ പോകുന്നത് ഇത്തരം മരുഭൂമി തന്നെ. ഒരു എംപ്റ്റി ക്വാർട്ടർ എന്ന് പറയാവുന്ന വിജന ഭൂപ്രദേശം. സൂർ ഒമാന്റെ തെക്ക് കിഴക്കുള്ള ഒരു പട്ടണമാണ്. കടൽ തീരത്തെ പട്ടണം. ഇടയ്ക്ക് അപൂർവം ചില ജനവാസയിടങ്ങളൊക്കെ ഉണ്ടെങ്കിലും മരുഭൂമിയുടെ തീവ്രതയും കാഠിന്യവും വരൾച്ചയും എന്താണെന്ന് വ്യക്തമാക്കുന്ന യാത്രയാണിത്. അതൊരനുഭവമാണ്. ഇടയ്ക്ക് ചില പച്ചപ്പുകൾ വരും. ഇവിടെ യൂസഫിന്റെ അമ്മാവനൊരു ഫാമുണ്ട്. അവിടെ കയറി കുറച്ച് ഭക്ഷണം കഴിക്കാമെന്നും ഫാം കാണാമെന്നും പറഞ്ഞ് യൂസഫ് അങ്ങോട്ട് വണ്ടിവിട്ടു. കുറച്ചു മുൻപാണ് ഞങ്ങൾ ആ വഴിക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് യൂസഫ് അമ്മാവനെ വിളിച്ചത്. അമ്മാവൻ ശരിക്കും മസ്കറ്റിലാണ് താമസം. പക്ഷേ ആൾ ഇന്ന് ഈ പരിസരത്ത് എവിടെയോ ഉണ്ട്. അദ്ദേഹം ഉടനെ ഫാമിലേക്ക് വരാമെന്ന് പറഞ്ഞു. ഇവിടെ ഒരു മതിൽക്കെട്ടും ഗേറ്റുമൊക്കെ കാണുന്നുണ്ട്. ഇതാണ് യൂസഫിന്റെ അമ്മാവന്റെ പുരയിടത്തിലേക്കുള്ള ഗേറ്റ്. അമ്മാവൻ അത്യാവശ്യം സമ്പന്നനാണ്. അവിടെ ജോലിക്കാരൊക്കെ ഉണ്ട്. ഞങ്ങൾ ചെല്ലുമെന്ന് അമ്മാവൻ വിളിച്ചു പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഗേറ്റ് തുറക്കാൻ ആൾ കാത്തുനിന്നിരുന്നു. അങ്ങനെ ഫാമിനുള്ളിലേക്ക് കയറി. സമ്പന്നരായ മിക്ക അറബികൾക്കും സ്വന്തമായി ഇങ്ങനെയൊരു ഫാം ഉണ്ടായിരിക്കും. വിന്ററിലൊക്കെ അവർ കുടുംബസമേതം വന്ന് കുറച്ചു ദിവസങ്ങൾ ഫാം ഹൗസിൽ താമസിക്കും. ഇതാണ് യൂസഫിന്റെ അമ്മാവൻ. ആലിംഗനം ചെയ്ത് ചുംബിച്ച് അദ്ദേഹം ഞങ്ങളെ സ്വീകരിച്ചു. യൂസഫിന്റെ അമ്മയുടെ സഹോദരനാണ് ഇദ്ദേഹം. മുഹമ്മദ് അൽ വഹൈബി എന്നാണ് പേര്. യൂസഫിന്റെ അച്ഛൻ്റേതും അമ്മയുടേതും ഒരേ കുടുംബമാണ്. ഇരു കുടുംബങ്ങളുടെയും പേര് അൽ വഹൈബി എന്നു തന്നെ. അതുകൊണ്ടാണ് യൂസഫിന്റെ പേരിലും അൽ വഹൈബി എന്ന് വന്നത്. ഇദ്ദേഹം വളരെ വിദ്യാസമ്പന്നനായ ഒരാളാണ്. ഈ വേഷവും പെരുമാറ്റവുമെല്ലാം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇദ്ദേഹം ഒരു തനി നാടൻ അറബിയാണെന്ന്. അല്ല, വളരെ വിദ്യാസമ്പന്നനും ലോകവിവരമുള്ള ആളുമാണ് മുഹമ്മദ് അൽ വഹൈബി. ഫാമിലേക്ക് ഞങ്ങൾ ഇറങ്ങിച്ചെല്ലുമ്പോൾ ഇതാണ് കാഴ്ച. വിളവെടുക്കേണ്ട സമയമായിക്കൊണ്ടിരിക്കുന്ന ഈന്തപ്പഴം. പഴുത്തു കഴിയുമ്പോൾ മഞ്ഞ നിറം വരുന്ന ഈ ഈന്തപ്പഴം ഖലാസ് എന്ന ഇനമാണ്. എന്നാൽ ഈ മെറൂൺ കളറുള്ളത് ഒനൈസി എന്ന വിഭാഗത്തിലുള്ളതാണ്. 250-ലധികം ഇനം ഈന്തപ്പനകളുണ്ട് ഒമാനിൽ. ഒനൈസി ഇങ്ങനെ പഴുത്തു കിടക്കുന്നത് കാണുമ്പോൾ നമുക്ക് കൊതി വരും. ഇങ്ങനെ പഴുത്തു കിടക്കുന്ന ഈന്തപ്പഴ കുലകൾ നിങ്ങൾ മുൻപ് അധികം കണ്ടിട്ടുണ്ടാവില്ല. യഥേഷ്ടം പറിച്ചു തിന്നുകൊണ്ടാണ് ഞാനിത് ഷൂട്ട് ചെയ്യുന്നത്. അപാര ടേസ്റ്റാണ് ഇതിന്.
ഗംഭീര മധുരം. നമ്മുടെ നാട്ടിൽ കഴിക്കുന്നതൊന്നുമല്ല ശരിക്കുമുള്ള ഈന്തപ്പഴം. മെറൂൺ കളർ ഉള്ളതിനേക്കാൾ ഈ മഞ്ഞയ്ക്കാണ് രുചി കൂടുതൽ. മഞ്ഞയുടെ നന്നായി പഴുത്തതാണ് ആ ചീഞ്ഞ മട്ടിൽ കാണുന്നത്. അതേ നമ്മൾ കഴിച്ചിട്ടുള്ളൂ. അത്രയും പഴുക്കുന്നതിന് മുൻപ് കഴിക്കണം. അതിനാണ് അസാധ്യ ടേസ്റ്റ്. ശർക്കര കൂട്ടി തേങ്ങാക്കൊത്ത് കഴിക്കുന്നത് പോലെയുണ്ട് അത് കഴിക്കുമ്പോൾ. അതീവ രുചികരം. ഞങ്ങളത് കുറേ തിന്നു. ഇനി മറ്റു ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത മട്ടിൽ ഞാൻ ഈന്തപ്പഴം കഴിച്ചു. പനയിൽ നിന്ന് തന്നെ പറിച്ച് ആ പഴുത്തത് തിന്നുക എന്നത് നല്ലൊരനുഭവം തന്നെയാണ്. അപ്പോഴേക്കും ഇവിടുത്തെ ഒരു ജോലിക്കാരൻ ഈന്തപ്പഴം പറിക്കുന്ന ഉപകരണങ്ങളുമൊക്കെയായി വന്നു. ഇദ്ദേഹത്തിന്റെ പേര് മൻസൂർ എന്നാണ്. യൂസഫ് അമ്മാവനോട് പറഞ്ഞിരുന്നു എനിക്ക് ഈന്തപ്പഴം പറിക്കുന്നതൊന്ന് കാണണമെന്ന്. അങ്ങനെയാണ് മൻസൂറിനെ കൊണ്ടുവന്നത്. മൻസൂർ പറമ്പിലൂടെ മുൻപേ നടന്നു. വിസ്തൃതമായ ഫാമാണിത്. അതിനകത്ത് ധാരാളം ഫലവൃക്ഷങ്ങളുണ്ട്. ഇത് ഞാവലാണ്. അത്തരത്തിലുള്ള ധാരാളം മരങ്ങൾ അമ്മാവൻ വച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. പല കൃഷികളിൽ നിന്നായി നല്ല വിളവുമുണ്ട്. ഏതെങ്കിലും ഒരു മരത്തിൽ നിന്ന് പഴം പറിച്ചാൽ മതിയോ എന്നാണ് മൻസൂർ ചോദിക്കുന്നത്. അത് മതി. ഏതെങ്കിലും ഒന്നിൽ നിന്ന് പറിച്ചുകൊള്ളാൻ പറഞ്ഞു. ഒരു പനയിൽ കയറാനുള്ള സന്നാഹങ്ങളൊക്കെ ഒരുക്കി മൻസൂർ. വേനൽക്കാലത്താണ് ഈന്തപ്പഴം പറിക്കുന്ന സീസൺ. അപ്പോഴേക്കുമാണ് കായകൾ പാകമാവുക. ഒമാനിൽ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളാണ് ഈന്തപ്പഴത്തിന്റെ വിളവെടുപ്പ് സീസൺ. മരുഭൂമിയിൽ പരിചരണങ്ങളൊന്നുമില്ലാതെ വളരുന്ന ഈന്തപ്പനകൾ കായ്ക്കാൻ 8 വർഷം വരെയെടുക്കും. എന്നാൽ ഇത്തരം ഫാമുകളിൽ ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്ന പനകൾ 3-4 വർഷം കൊണ്ട് തന്നെ ഫലം തന്നു തുടങ്ങും. ദീർഘായുസുള്ള വൃക്ഷമാണ് ഈന്തപ്പന. ഫാമുകളിൽ വളർത്തുന്നവ 50 മുതൽ 60 വർഷം വരെയും വിളവ് നൽകിക്കൊണ്ടിരിക്കും. എന്നാൽ സ്വാഭാവിക പ്രകൃതിയിൽ വളരുന്നവയ്ക്ക് 100 വർഷത്തിലധികം ആയുസ്സുണ്ട്. മൻസൂർ തന്റെ ശരീരവും മരവും തമ്മിൽ ഊഞ്ഞാല് പോലുള്ള ഒരു സംവിധാനം കൊണ്ട് ബന്ധിക്കുന്നു. മുകളിലെത്തി ഈന്തപ്പഴം പറിക്കാൻ അനായാസം തൂങ്ങി നിൽക്കുക ഇതിലാണ്. ഈന്തപ്പനയിൽ തളപ്പിട്ട് കയറാനാവില്ല. തണ്ടിന്റെ കടഭാഗം ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണത്. കാ പറിച്ചിടാനുള്ള കൊട്ട നീളൻ കയറുകൊണ്ട് ഊഞ്ഞാലിൽ കെട്ടിവെക്കുന്നു. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് ഈന്തപ്പനകൾ പൂക്കുക. തുടർന്ന് 4 മാസം കൊണ്ട് കായകൾ പാകമാകും. മൻസൂർ പനയിലേക്ക് കയറി തുടങ്ങി. കയറുന്ന സമയത്ത് ആ ഊഞ്ഞാൽ തലയെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതിന്റെ വടത്തിൽ വലിച്ചു പിടിച്ച് പനയോല വെട്ടിക്കളഞ്ഞ ഭാഗത്ത് ചവിട്ടിയാണ് കയറുക. മുകളിൽ കയറിയ ശേഷം കാ പറിക്കാനുള്ള കൊട്ട പൊക്കിയെടുക്കുന്നു. ഇപ്പോൾ ഊഞ്ഞാൽ അരയിലേക്ക് മാറ്റി. അതിൽ തൂങ്ങിയാണ് മൻസൂറിന്റെ നിൽപ്പ്. ഈന്തപ്പഴം കുലയോടെ വെട്ടിയെടുക്കുകയല്ല എന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പഴുത്തത് ഓരോന്നായി കുലയിൽ നിന്ന് അടർത്തിയെടുക്കുകയാണ് ചെയ്യുക. ഒരു കുലയിലെ തന്നെ പല കായകൾ പല മൂപ്പെത്തിയവയായിരിക്കും. അത് സാധാരണ ഇങ്ങനെയാണ് പറിക്കുക. എന്നാൽ ഇവർ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി കുലയോടെ വെട്ടിയെടുക്കുന്ന സാഹചര്യവുമുണ്ട് പലയിടത്തും. അറബികളുടെ ദൈനംദിന ഭക്ഷണത്തിൽ ഈന്തപ്പഴത്തിന് പ്രധാന സ്ഥാനമുണ്ട്. പോഷക സമൃദ്ധമാണ് ഈന്തപ്പഴം. അറബി നാടുകളിൽ നിന്ന് ഏറ്റവും അധികം കയറ്റുമതി ചെയ്യുന്ന പഴവും ഈന്തപ്പഴം തന്നെ. 5 മുതൽ 15 വരെ കിലോ പഴങ്ങളുണ്ടാവും ഓരോ ഈന്തപ്പഴ കുലയിലും. അങ്ങനെയുള്ള 10-15 കുലകളുണ്ടാവും ഒരു പനയിൽ. അതിനാൽ ഫാമുകളിലെ ഇത്തരം ഒരു പനയിൽ നിന്നും ഒരു സീസണിൽ 100 മുതൽ 150 വരെ കിലോ പഴം കിട്ടും. മൻസൂർ കുറച്ചേ പറിച്ചുള്ളൂ. എന്നെ ഒന്ന് ഡെമോ ചെയ്ത് കാണിക്കുക എന്ന ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ. ഇറങ്ങുന്നതും കയറുന്നതും ഇങ്ങനെയാണ്. ആ കയറില്ലെങ്കിൽ കയ്യെത്തില്ല രണ്ടറ്റത്തും. സുരക്ഷിതമാണ് ഊഞ്ഞാലിൽ പിടിച്ചുള്ള ഇറക്കവും കയറ്റവും. പിന്നെ പനയോല കുറ്റികളിൽ ചവിട്ടി കയറാനും ഇറങ്ങാനും ഒരു ശീലം വേണമെന്ന് മാത്രം. തെങ്ങിൽ കയറുന്നതിനേക്കാൾ എളുപ്പമാണിതെന്ന് എനിക്ക് മനസ്സിലായി. അനായാസം കയറാവുന്നത് പോലെയാണ് പനം കൈ വെട്ടി നിർത്തുന്നത്. നമുക്ക് തെങ്ങ് എന്നതുപോലെ അറബികളുടെ കൽപ്പവൃക്ഷമാണ് ഈന്തപ്പന. പഴം മാത്രമല്ല, പനയുടെ എല്ലാ ഭാഗങ്ങളും ഇവർ ഉപയോഗപ്പെടുത്തുന്നു. ഈന്തപ്പനയോലകൾ കൊണ്ടും തണ്ടിന്റെ നാരുകൊണ്ടും പായ, കുട്ട, തൊപ്പി എന്നിവയൊക്കെ ഉണ്ടാക്കും. പനയുടെ തടി വീട് നിർമ്മാണത്തിനും വഞ്ചികൾ ഉണ്ടാക്കുന്നതിനുമൊക്കെ പണ്ടുമുതലേ ഉപയോഗിച്ചു വരുന്നു.
ഈന്തപ്പഴക്കുരുവിൽ നിന്നെടുക്കുന്ന എണ്ണ സോപ്പ്, കോസ്മെറ്റിക് നിർമ്മാണ മേഖലയിൽ ഉപയോഗിക്കുന്നുണ്ട്. പനയുടെ വേര് കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കാനും. പറിച്ചെടുത്ത ഈന്തപ്പഴവുമായി മൻസൂർ നടന്നു. വേറെയും പണിക്കാരുണ്ട് ഇവിടെ. ഞങ്ങൾ വരുന്നതിനു മുൻപും ഈന്തപ്പഴം പറിക്കുകയായിരുന്നു ഇദ്ദേഹം. പനയുടെ തൈയും വെച്ചിട്ടുണ്ട് പലയിടത്തും. തൈ ആയിരിക്കുമ്പോൾ തന്നെ അതിൽ കുലകളും കാണാം. അതായത് തൈ നട്ട് 2-3 വർഷമൊക്കെ കഴിയുമ്പോഴേക്കും അവ കുലച്ചു തുടങ്ങുന്നു. ഹൈബ്രിഡ് ഈന്തപ്പന തൈകളാണ് ഇപ്പോൾ ഇത്തരം ഫാമുകളിൽ കൃഷി ചെയ്യുന്നത്. ഇതിനിടെ ഡോക്ടർ ഷാഫി ഞാവൽ പറിച്ച് പരമാവധി തിന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു ഞങ്ങൾക്ക്. ഈന്തപ്പഴം തിന്ന് എനിക്കും വയറു നിറഞ്ഞു. മൻസൂറിനോട് നന്ദി പറഞ്ഞു. അപ്പോഴാണ് മൻസൂറിനെ ശരിക്കും പരിചയപ്പെട്ടത്. മൻസൂർ കാശ്മീരുകാരനാണ്. ഇന്ത്യൻ കാശ്മീർ അല്ല, പാക് അധിനിവേശ കാശ്മീരിൽ നിന്നുള്ളയാൾ. മലേഷ്യ, തായ്ലാന്റ്, ടാൻസാനിയ, ചൈന. സഞ്ചാരം വോളിയം നമ്പർ 12. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഞങ്ങൾ വണ്ടിയിൽ കയറി ഫാം ഹൗസിലേക്ക് പോവുകയാണ്. യൂസഫിന്റെ അമ്മാവന്റെ ഫാം ഹൗസിലേക്ക്. ഈ പറമ്പിൽ തന്നെയാണ്. വിശാലമായ ഫാമാണല്ലോ. അവിടെ എന്തൊക്കെയോ പണികളൊക്കെ നടക്കുന്നുണ്ട്. വീട്ടിലേക്ക് വന്നേക്കണം എന്ന് പറഞ്ഞിട്ടാണ് അമ്മാവൻ പോയത്. ചെറിയൊരു പന്തൽ. അതിനടിയിൽ ദിവസവും പറിക്കുന്ന ഈന്തപ്പഴം ഉണക്കാനിട്ടിരിക്കുകയാണ്. ഇതൊക്കെയായിരിക്കും നമ്മൾ കണ്ടിട്ടുള്ള ഈന്തപ്പഴം. യഥാർത്ഥ പഴം ഉണങ്ങിക്കഴിയുമ്പോഴാണ് ഇങ്ങനെയാവുന്നത്. അമ്മാവൻ കയ്യിൽ പാത്രങ്ങളുമായി വരുന്നുണ്ട്. ഞങ്ങളെ സൽക്കരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ആൾ. വാഴപ്പഴം, പീച്ച് എന്നിവയൊക്കെ മേശമേൽ വെച്ചിട്ടുണ്ട്. ഒരു പ്ലേറ്റുമായി വന്ന് ഇതിനകത്തു നിന്നും പഴങ്ങൾ തെരഞ്ഞെടുത്തു. ഉണങ്ങാത്ത പഴങ്ങൾ. അതായത് അറബികളുടെ വീട്ടിൽ ചെന്നാൽ സൽക്കരിക്കുന്നത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഉണങ്ങിയ ഈന്തപ്പഴം തന്നല്ല. ഉണങ്ങിപ്പോകാത്ത തുടുത്ത പഴങ്ങളാണ് ഇദ്ദേഹം തിരഞ്ഞെടുത്തത്. അതാണ് കഴിക്കേണ്ടതെന്നും അതാണ് ഏറ്റവും നല്ലതെന്നുമാണ് അതിന്റെ അർത്ഥം. കേരളത്തിൽ ഇതൊന്നും കിട്ടാറേയില്ല. പഴുത്തുണങ്ങിയതേ നമുക്ക് കിട്ടൂ. ഇത്രയും പഴുക്കാനേ പാടുള്ളൂ. അമ്മാവനത് സെലക്ട് ചെയ്തെടുത്തു. അതിഥി സൽക്കാരത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയാണ് ഈന്തപ്പഴം കഴിക്കേണ്ടതെന്ന് മനസ്സിലാക്കുന്നത്. കാപ്പിയും വെള്ളവും ഈന്തപ്പഴവും പീച്ച് പഴവും നേന്ത്രപ്പഴവും ഒക്കെയായി ഞങ്ങളെ സൽക്കരിക്കുകയാണ് അമ്മാവൻ. ഞങ്ങൾ വരുന്ന കാര്യം എന്തുകൊണ്ടാണ് നേരത്തെ പറയാതിരുന്നത് എന്ന് യൂസഫിനോട് ചോദിക്കുന്നുമുണ്ട്. നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഉച്ചഭക്ഷണം ഇവിടെ റെഡിയാക്കാമായിരുന്നു. നീ അരമണിക്കൂർ മുമ്പ് വിളിച്ചു പറഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടാക്കുക? ഞാൻ അവിടെ നിന്ന് ഓടി ഇവിടെ വന്ന സമയമേ ആയുള്ളൂ. കുക്ക് ചെയ്യാനൊന്നും പറ്റിയില്ല. മോശമായി പോയി എന്നൊക്കെയാണ് പരിഭവം. അതിഥികളെ സൽക്കരിക്കുക എന്നത് ഇവരുടെ പ്രധാന പരിപാടിയാണ്. നമ്മുടെ മലബാറിലെ സ്ഥിതി തന്നെ. സൽക്കാരം കുറഞ്ഞാൽ നാണക്കേടായിട്ടാണ് ഇവർക്ക് തോന്നുന്നത്. അതുകൊണ്ട് അതിഥികൾ വന്നാൽ നന്നായി സൽക്കരിക്കണം. അവർ മടുക്കുവോളം കഴിക്കണം. അതൊക്കെയാണ് ഇവരുടെ ഒരു രീതി. ആതിഥ്യ മര്യാദയുടെ അങ്ങേയറ്റമാണ് ഈ അറബി നാടുകളും പ്രത്യേകിച്ച് മുസ്ലിം രാജ്യങ്ങളുമൊക്കെ. കഥയൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ഇരുന്നു. മൻസൂറിനും ഇവിടെ ഇരിക്കാം. ഫാമിലെ പണിക്കാരനും മുതലാളിയുടെ അതിഥികളോടൊപ്പം ഇരിക്കാം എന്നതാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം. ഇടയ്ക്കിടയ്ക്ക് ഗാവ ഒഴിച്ചു തരുന്നുണ്ട്. ഇവരുടെ കട്ടൻ കാപ്പിയാണ്. അല്പം ഏലക്കയൊക്കെ ഇട്ട കട്ടൻ കാപ്പി. അത് കുറഞ്ഞ അളവിൽ കപ്പിലേക്ക് അങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കും. ശരിക്കും മൻസൂറിന് അത് വിളമ്പി ശീലമില്ല. ഇത് കയ്യിലേ കൊടുക്കാവൂ എന്നാണ്. അങ്ങനെ ചിട്ടകളൊക്കെയുണ്ട്. നമ്മൾ മതിയെന്ന് പറയുവോളം ഗാവ വീണ്ടും വീണ്ടും കപ്പിൽ അങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കും. ഞങ്ങൾ കാപ്പിയൊക്കെ കുടിച്ച് അവിടെ നിന്ന് യാത്ര പറയുകയാണ്. അമ്മാവൻ ആലിംഗനം ചെയ്ത് ചുംബിച്ച് യാത്രയാക്കുന്നു. തിരിച്ചു വരുമ്പോൾ ഇതിലേ വരാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അദ്ദേഹം. മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന പച്ച ഡേറ്റ്സ് കുറെ ഒരു പാത്രത്തിൽ ഞങ്ങൾക്ക് തന്നുവിട്ടു. ഇപ്പോൾ ഞങ്ങളുടെ വണ്ടിയുടെ പുറകിലിരിക്കുന്ന പഴത്തിനും ഡേറ്റ്സിനും കണക്കൊന്നുമില്ല. മുഹമ്മദ് അൽ വഹായിബി അമ്മാവനോട് ഞങ്ങൾ യാത്ര പറഞ്ഞു. ഫാമിൽ നിന്ന് യാത്ര തുടരുകയാണ്.
അപ്പോൾ യൂസഫ് ആണ് പറഞ്ഞത് തന്റെ അമ്മാവൻ PhD ഉള്ളയാളാണെന്ന്. അദ്ദേഹം UK-യിലും മലേഷ്യയിലുമൊക്കെ പഠിച്ച കാര്യം പറയുന്നു. കുടുംബത്തിലെ വലിയ വിദ്യാസമ്പന്നനാണ് അദ്ദേഹം. ഫാമും ഫാം ഹൗസിലെ ജീവിതവുമൊക്കെ വളരെ ഇഷ്ടമാണ്. ഇടയ്ക്ക് കുടുംബവുമൊത്ത് ഇവിടെ വരും. യൂസഫും കുടുംബസമേതം അമ്മാവന്റെ ഫാമിൽ വരാറുണ്ട്. ഞങ്ങൾ വീണ്ടും ഹൈവേയിലേക്ക് ചെന്നു കയറി. ഇനി ദീർഘമായ യാത്രയാണ്. ഇപ്പോൾ 2 മണിയായി. ഏതാണ്ട് 3/4 മണിക്കൂർ ഞങ്ങൾ ഫാമിൽ ചെലവഴിച്ചു. ഇനി വരണ്ട മരുഭൂമിയിലൂടെ ഒരു 3 മണിക്കൂർ ഓടിയാൽ 5 മണിയോടുകൂടി സൂറിലെത്തും. ഈ വഴിയുടെ ഒരു പ്രത്യേകത 2 ഭാഗത്തും കാര്യമായൊന്നും കാണാനില്ല എന്നതാണ്. എന്നാൽ ഈ വരണ്ട ഭൂമിക്കും സൗന്ദര്യമുണ്ട്, ഫോട്ടോഗ്രാഫിക്ക് ചേർന്ന സൗന്ദര്യം. അങ്ങു ദൂരെ നിഴൽ രൂപം പോലെ പർവ്വതമുടികൾ. ഇത്തരം മരുഭൂമിയൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ്. 1960-കൾ വരെയും കൃഷിയും കച്ചവടവും മത്സ്യബന്ധനവും മാത്രമായിരുന്നു ഒമാനികളുടെ വരുമാനമാർഗം. അതിസമ്പന്നർ അക്കാലം വരെ ഇന്നാട്ടിലുണ്ടായിരുന്നില്ല. 60കളിൽ എണ്ണയുടെ കണ്ടെത്തലോടെയാണ് കഥ മാറിയത്. പെട്രോളിയം ഒമാനിലേക്ക് വലിയ സമ്പത്ത് കൊണ്ടുവന്നു. അതോടൊപ്പം മറ്റു പ്രകൃതി വിഭവങ്ങൾക്കു വേണ്ടിയുള്ള അന്വേഷണവും ഖനനവും വ്യാപകമായി. ഡോക്ടർ ഷാഫി വിശ്രമ മൂഡിലാണ്. ഇടയ്ക്ക് പോകുന്ന സ്ഥലത്തിന്റെ വിവരങ്ങൾ മൊബൈലിൽ നോക്കി പറഞ്ഞു തരും. ഒമാനിൽ കൂടിയുള്ള യാത്രയിൽ കൂടുതലും ഡോക്ടർ യൂസഫ് തന്നെയാണ് വണ്ടി ഓടിക്കുന്നത്. അദ്ദേഹത്തിന് വഴികളറിയാം. മാത്രമല്ല, ഡോക്ടർ ഷാഫിയെപ്പോലെ യൂസഫിനും ഡ്രൈവിംഗ് വലിയ ഹരമാണ്. അറേബ്യൻ മുനമ്പിൽ 6.5 ലക്ഷത്തോളം ചതുരശ്ര കിലോമീറ്ററിൽ പരന്നുകിടക്കുന്ന മനുഷ്യവാസമില്ലാത്ത എംടി ക്വാർട്ടറിന്റെ ഒരു വലിയ ഭാഗം ഒമാനിലാണ്. 280 മീറ്റർ വരെ ഉയരമുള്ള മണൽക്കുന്നുകളുള്ള മരുഭൂമിയാണത്. അതുപോലെ ഒമാന്റെ ഒരതിരിൽ യമനാണ്. ഞാൻ യൂസഫിനെ വീണ്ടും വിശദമായി ഒന്ന് പരിചയപ്പെട്ടു. യൂസഫ് ഈജിപ്തിലെ കെയ്റോ യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. ഡിഗ്രി പഠനവും പോസ്റ്റ് ഗ്രാജുവേഷനും അവിടെയായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് 1997-ൽ ഒരു വെറ്ററിനറി ക്ലിനിക്കിലാണ് ജോലി തുടങ്ങുന്നത്. പിന്നെ 2001 ആയപ്പോഴേക്കും എയർപോർട്ടിലെ ക്വാറന്റൈൻ ഡിവിഷനിൽ ജോലിയായി. വിമാനത്തിൽ മൃഗങ്ങളെ കൊണ്ടുവന്നാൽ പരിശോധിക്കുന്ന ഡിവിഷൻ. പിന്നീട് 21 വർഷം ഇദ്ദേഹം സർക്കാർ ജോലിയിൽ തുടർന്നു. അതിനിടയ്ക്ക് വീണ്ടും പഠനത്തിനു പോയി. തിരിച്ചുവന്ന് കുറച്ചുകാലം കൂടി ജോലി ചെയ്ത ശേഷം 3-4 കൊല്ലം മുൻപ് സർക്കാർ ജോലി രാജിവെച്ചു. അതിനുശേഷം കുടുംബ ബിസിനസ് ഏറ്റെടുത്തു. എക്സ്പോർട്ടാണ് ഇവരുടെ കുടുംബ ബിസിനസ്. സീ ഫുഡ് ഉൾപ്പെടെയുള്ളവയുടെ എക്സ്പോർട്ടേഴ്സാണ് യൂസഫിന്റെ കുടുംബം. അത്യാവശ്യം നല്ല സമ്പന്നമായ കുടുംബമാണ്. ആ കഥകളൊക്കെ യൂസഫ് പറഞ്ഞു. ഹൈവേയിലൂടെയുള്ള ദീർഘയാത്ര. ഇരുഭാഗത്തും മലകളും അവിടെ ഖനനം നടക്കുന്ന ഭാഗങ്ങളുമൊക്കെയുണ്ട്. ഒമാന്റെ ഭരണം പൂർണ്ണമായും സുൽത്താനിൽ കേന്ദ്രീകൃതമാണ്. സുൽത്താനെയോ ഭരണകൂടത്തെയോ വിമർശിക്കാൻ പാടില്ല ഇന്നാട്ടിൽ. അങ്ങനെ വിമർശിക്കുന്നവർ ജയിലിലാകും. ഭരണസൗകര്യത്തിനായി രാജ്യത്തെ 11 ഗവർണറേറ്റുകളായി തിരിച്ചിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്തിന് തുല്യമാണ് ഇവിടുത്തെ ഗവർണറേറ്റ്. ഗവർണർമാർക്കാണ് ഭരണ ചുമതല. ഗവർണറേറ്റുകളെ തന്നെ വീണ്ടും വിലായത്തുകളായി തിരിച്ചിരിക്കുന്നു. 63 വിലായത്തുകളാണ് ഇവിടെയുള്ളത്. നമ്മുടെ ജില്ലാ കളക്ടറെ പോലെ വാലി എന്ന സ്ഥാനപ്പേരുള്ളവർ വിലായത്തുകളുടെ ഭരണം നിർവഹിക്കുന്നു. വരണ്ട ഭൂമിയാണ്. ഇതാണ് ഒമാന്റെ ഉൾഭാഗങ്ങളിലെ ഭൂപ്രകൃതി. ജീവനും പച്ചപ്പും ഒന്നുമില്ലെങ്കിലും എനിക്കിതിങ്ങനെ കണ്ടിരിക്കുന്നത് ഇഷ്ടമാണ്. ഒമാന്റെ ഇത്തരം പ്രദേശങ്ങൾ ഗവേഷകരുടെ ഇഷ്ടപ്രദേശങ്ങളാണ്. ബഹിരാകാശത്തു നിന്ന് പതിച്ച ഉൽക്കാശിലകൾ ഈ ഭാഗങ്ങളിൽ പലയിടത്തു നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. ഇതൊരു ജയിലും മറ്റുമാണ്. നോർത്ത് ഷർക്കിയ ഗവർണറേറ്റിന്റെ പോലീസ് കമാൻഡും അതിനനുബന്ധമായി പ്രിസണുമെല്ലാമുണ്ട്. 2,70,000 ആളുകൾ വസിക്കുന്നുണ്ട് നോർത്ത് ഷർക്കിയ ഗവർണറേറ്റിൽ. മുൻപിത് ഷർക്കിയ ഗവർണറേറ്റ് ആയിരുന്നു. 2011-ലാണ് അതിനെ നോർത്ത് സൗത്ത് എന്നിങ്ങനെ 2 ഗവർണറേറ്റുകളായി വിഭജിച്ചത്. ഇതാണ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ്. ഇതിനോട് ചേർന്ന് തന്നെയാണ് ജയിൽ. നോർത്ത് ഷർക്കിയ ഗവർണറേറ്റിൽ കൂടിയാണ് കടന്നു പോകുന്നത്.
7 വിലായത്തുകൾ അഥവാ പ്രൊവിൻസുകളുള്ള ഗവർണറേറ്റാണിത്. ഇബ്ര എന്ന പട്ടണമാണ് ഗവർണറേറ്റിന്റെ ആസ്ഥാനം. ഇവിടെ സഫാരി വേൾഡ് എന്ന ഒരു സ്ഥാപനത്തിന്റെ ബോർഡൊക്കെ കാണാം. ഹൈവേയിൽ നിന്ന് 3 കിലോമീറ്റർ ഉള്ളിലേക്ക് പോകണം സഫാരി വേൾഡിലേക്ക്. സിംഹം ഉൾപ്പെടെയുള്ള മൃഗങ്ങളുള്ള സൂ ആണത്. പോകുന്ന വഴിക്ക് ആട് മേയിച്ചു നടക്കുന്ന സ്ത്രീകളെയൊക്കെ കാണാം. വലിയ ആട്ടിൻപറ്റങ്ങളുമായി അവരങ്ങനെ പോകുന്നു. ഗോത്ര സ്ത്രീകളാണ്. ഇടയ്ക്കിങ്ങനെ ചില സെറ്റിൽമെന്റുകൾ. പോലീസ് ആസ്ഥാനത്തെയും മറ്റും ആളുകളുടെ വീടുകളായിരിക്കണം. വിജന പ്രദേശങ്ങളിലൂടെ കുറെ ഓടിക്കഴിയുമ്പോഴാണ് ഇത്തരത്തിൽ വീടുകളൊക്കെയുള്ള അപൂർവം ചെറിയ ഗ്രാമങ്ങൾ കാണുന്നത്. അത് കഴിയുമ്പോൾ വീണ്ടും വരണ്ട ഭൂമിയാണ്. എങ്കിലും ഇടയ്ക്ക് ചില കാഴ്ചകളുമുണ്ട്. ഒമാന്റെ മരുഭൂ കാഴ്ചകളിലൂടെ ഞാൻ സഞ്ചാരം തുടർന്നു.